മുമ്പുമില്ലാത്തൊരു അനീതി ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. 4.5 ലക്ഷം വാഹനങ്ങൾക്ക് RC ബുക്ക് കിട്ടിയിട്ടില്ല. 1.5 ലക്ഷത്തോളം ആളുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുമില്ല. ഇത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമാണെന്ന് കണക്കാക്കാനാവില്ല. കാരണം ഈ മുഴുവൻ അപേക്ഷകരും ലൈസൻസിനും ബുക്കിനുമുള്ള പണം മുൻകൂട്ടി അടയ്ക്കുന്നതാണ്. വിദേശത്തേക്ക് പോകുന്നവർക്കുള്ള ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റും കിട്ടുന്നില്ല. കാശ് വാങ്ങി വച്ചിട്ട് അച്ചടിക്കാൻ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജനം സ്വന്തമായിട്ട് അച്ചടിക്കട്ടെ എന്നെങ്കിലും പ്രഖ്യാപിക്കുന്നതാണ് നല്ലത്. ലൈസൻസ് അച്ചടിക്കാൻ ജനം അടയ്ക്കുന്ന കാശെടുത്ത് പെട്രോൾ അടിച്ചാണോ നമ്മുടെ ഗതാഗത വകുപ്പിന്റെ വണ്ടികൾ വഴിനീളെ ഓടുന്നത്? എന്നിട്ട് അതേ ജനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുന്നുമുണ്ട്. സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. ക്ലച്ചും ഗിയറും ഇല്ലാതെ പായുന്നു ഗതാഗത വകുപ്പ്. ലേണേഴ്സ് ലൈസൻസിന് ഫീസ് 150. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് നടത്താൻ 50. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് 300. ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടിക്കാൻ 200. ഡ്രൈവിംഗ് ലൈസൻസ് വീട്ടിലെത്തിക്കാനോ 200. ഇനി ഒരു തവണ തോറ്റാൽ ഓരോ തവണയും ലേണേഴ്സിന് 200 രൂപയും ഡ്രൈവിംഗ് ലൈസൻസിന് 300 രൂപയും വേറെ നൽകണം. 2 വീലറിനൊപ്പം 4 വീലർ ലൈസൻസ് കൂടി വേണമെങ്കിൽ ലേണേഴ്സിന് അധികമായി 150, ഡ്രൈവിംഗ് ടെസ്റ്റിന് അധികമായി 300, പ്രിന്റിങ്ങിന് അധികമായി 200 എന്നിങ്ങനെ കൂടുതൽ വേറെയും. ഇത്രയൊക്കെ പൈസ മുൻകൂറായി കെട്ടിവെച്ചാണ് ഓരോരുത്തരും ലൈസൻസ് എടുക്കുന്നത്. മുൻകൂർ എന്ന് പറഞ്ഞാൽ 2-3 മാസം മുൻപ് പണമടച്ചാൽ മാത്രമാണ് ടെസ്റ്റുകൾ സാധിക്കുക എന്നുകൂടി നമ്മൾ ഓർക്കണം. വിജയിച്ചു കഴിഞ്ഞാൽ 7-ാം ദിവസം ലൈസൻസ് കയ്യിൽ കിട്ടും എന്നായിരുന്നു പണ്ടത്തെ ഗതാഗത മന്ത്രി പറഞ്ഞത്. അതൊക്കെ പോട്ടെ, 30-ാം ദിവസമെങ്കിലും ആ ലൈസൻസ് എത്തണ്ടേ? അതുമില്ല. എന്താണ് ഇപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പിൽ നടക്കുന്നത്? സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് റോഡ് നന്നാക്കാനും ആശുപത്രിയിൽ മരുന്നെത്തിക്കാനും സ്കൂളിൽ ഉച്ചക്കഞ്ഞിക്ക് അരിയെത്താനും താമസമുണ്ടാകും എന്ന് പറയുന്നത് തത്വത്തിൽ അംഗീകരിക്കാം. പക്ഷേ ലൈസൻസിനും ബുക്കിനുമുള്ള പണം ജനങ്ങളിൽ നിന്നും പിരിക്കുന്നതല്ലേ? ഈ പൈസ വാങ്ങി വച്ചിട്ട് സേവനം നൽകാൻ സർക്കാരിനല്ലേ ബാധ്യത? 4.5 ലക്ഷം വാഹനങ്ങൾക്ക് RC ബുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആരും മറുപടി പറയും? RC ബുക്ക് കയ്യിലില്ലാത്ത ഒരു വാഹനം വിൽക്കാൻ കഴിയുമോ? വായ്പയൊന്ന് മാറ്റിയെടുക്കാൻ കഴിയുമോ? ലൈസൻസിന്റെ കാര്യത്തിൽ വിദേശത്തേക്ക് പോകുന്നവരാണ് നക്ഷത്രം എണ്ണുന്നത്. ഇവിടെ നിന്നുള്ള ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റുമായി വിദേശത്തു ചെന്നാൽ 1 വർഷം വരെ വാഹനം ഓടിക്കാം. അതിനുള്ളിൽ അവിടെ ലൈസൻസ് എടുത്താൽ മതി. ഈ ഇന്റർനാഷണൽ പെർമിറ്റിന്റെ അച്ചടിയും ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. ഇവിടെയോ നന്നാകില്ല, പുറത്തു പോകാനും സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് എന്താണൊരു മറുപടി? കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ പാലക്കാട് കഞ്ചിക്കോട്ടെ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന് ഗതാഗത വകുപ്പ് നൽകാനുള്ളത് 14.5 കോടി രൂപയാണ്. ഇത് നൽകാതെ ലൈസൻസുകളും RC ബുക്കുകളും അച്ചടിക്കാനാവില്ല എന്ന് ITA അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ ഗതാഗത വകുപ്പ് മറ്റൊരു കഥയാണ് പറയുന്നത്. ജൂലൈയിൽ 8 കോടി രൂപയുടെ കുടിശ്ശിക നൽകി. അപ്പോഴുണ്ടായ ധാരണ അനുസരിച്ച് ജൂലൈ വരെയുള്ള ബുക്കുകളും ലൈസൻസുകളും കമ്പനി അച്ചടിച്ചു നൽകണം. എന്നാൽ ജൂലൈയിലെ ബുക്കുകൾ കമ്പനി ഇതുവരെ അച്ചടിച്ചിട്ടില്ല. അത് ലഭിച്ചാൽ കുടിശ്ശിക നൽകും. 14.5 കോടി രൂപ ഇനിയും കുടിശ്ശിക കൊടുക്കാനുള്ളപ്പോഴാണ് ഗതാഗത വകുപ്പിന്റെ ഈ ന്യായം. ഈ പണം സർക്കാർ ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവച്ചതിൽ നിന്ന് എടുത്തു നൽകേണ്ടതല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചെലവഴിക്കേണ്ടതുമല്ല. റേഷൻ വാങ്ങാൻ വച്ച കാശിൽ നിന്നും എടുക്കേണ്ടതില്ല. ജനം അടച്ചു കഴിഞ്ഞ പണമാണ്. അതെടുത്ത് കമ്പനികൾക്ക് കൊടുത്താൽ ആരാണ് തടസ്സം നിൽക്കുന്നത്? കേരളത്തിൽ 10 ലക്ഷത്തിലേറെ ലൈസൻസുകളും 8 ലക്ഷത്തിലേറെ RC ബുക്കുകളും വർഷം തോറും അച്ചടിക്കേണ്ടതുണ്ട്. ഈ നല്ലൊരു വ്യവസായമാണ് ഇതിൽ കണ്ണുവച്ച് പല ഇടനിലക്കാരും തിരുവനന്തപുരത്ത് വട്ടമിട്ട് പറക്കുന്നത്. സ്വകാര്യ മേഖലയിലേക്ക് അച്ചടി പൂർണ്ണമായും കൈമാറിയാൽ തിരിമറി പല വിധത്തിൽ നടക്കുമെന്നതിനാലാണ് ഇടനിലക്കാരുടെ നോട്ടം. ഗതാഗത വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് ആരോപണം. ഏതായാലും അനുഭവിക്കുന്നത് ലൈസൻസിന് അപേക്ഷ നൽകിയ 10,000-ങ്ങളാണ്. 4 മാസമായിട്ടും ലൈസൻസ് കിട്ടാത്തവർ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തുള്ളത്. 1 വർഷം മുൻപ് അപേക്ഷിച്ച ലൈസൻസ് എല്ലാം നൽകി കഴിഞ്ഞു എന്ന് ഗതാഗത വകുപ്പ് പറയുമ്പോഴും അത് കിട്ടിയിട്ടില്ലെന്ന് ആയിരക്കണക്കിന് പരാതികൾ വരുന്നുണ്ട്. അവരെല്ലാം ഇനി വീണ്ടും അപേക്ഷിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അച്ചടിയിൽ മാത്രമല്ല പ്രശ്നം. ഈ ലൈസൻസുകൾ തപാലിൽ അയക്കാൻ 45 രൂപയാണ് വേറെ ഈടാക്കുന്നത്. എന്നാൽ പോസ്റ്റൽ വകുപ്പിന് ഇപ്പോഴും 3 കോടിയിലേറെ രൂപ നൽകാനുണ്ട്. ഗതാഗത വകുപ്പ് തുടർന്നിടത്തെല്ലാം കുടിശ്ശികയാണ്.
നടത്തുന്ന പിരിവുകൾക്കാണെങ്കിൽ ഒരു കുറവുമില്ലതാനും. എല്ലാ ഫീയും മുൻകൂട്ടി വാങ്ങുന്നതിനൊപ്പം വഴിനീളെ നിന്ന് പിഴയും ദിവസവും പിരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ഏപ്രിലിൽ ഇടപെട്ടതാണ്. ഗതാഗത വകുപ്പ് കാണിക്കുന്നത് മാപ്പർഹിക്കാത്ത തെറ്റെന്നായിരുന്നു കോടതി പറഞ്ഞത്. അതിന് സർക്കാർ നൽകിയ മറുപടി രൂക്ഷ വിമർശനത്തിനുമിടയാക്കി. പരിവാഹൻ എന്ന ആപ്പിൽ നിന്നും ലൈസൻസ് DG ലോക്കറിലേക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ലൈസൻസ് അച്ചടിക്കാൻ 200 രൂപയും അയക്കാൻ 45 രൂപയും വാങ്ങിയിട്ട് ജനങ്ങൾ എന്തിനാണ് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കുന്നതെന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. പണം അടച്ചവരാണെങ്കിൽ അവർക്ക് അച്ചടിച്ച ഹാർഡ് കോപ്പി തന്നെ കിട്ടണം. അത് നൽകാൻ ഉദ്ദേശമില്ലെങ്കിൽ ഇനി മുതൽ ഈ പിരിവ് നടത്തുന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചു. പണമടച്ചവർക്ക് എത്രയും വേഗം കാർഡ് എത്തിച്ചു നൽകണം എന്നും കോടതി പറഞ്ഞതാണ്. ആ നിർദ്ദേശം പോലും ഇപ്പോഴും ഗതാഗത വകുപ്പ് പൂർണ്ണമായും പാലിച്ചിട്ടില്ല. അന്ന് മുതലുള്ള കുടിശ്ശിക ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. എന്തിനാണ് ഇങ്ങനെ ആളുകളെ കൊണ്ട് പറയിക്കാൻ ഒരു സംവിധാനം? ഈ ചോദ്യത്തോടു കൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.